കോഴിക്കോട് മലാപ്പറമ്പിൽ നിന്ന് കാണാതായ 13കാരനെ കണ്ടെത്തിയത് പൂനെയിൽ നിന്ന് ബീഹാർ സ്വദേശിയെ കാണാതായത് കഴിഞ്ഞ തിങ്കളാഴ്ച. എമ്പുരാനെതിരെ പ്രതിരോധ മന്ത്രാലയത്തിന് പരാതി. സിനിമയുടെ വിജയത്തിനു വേണ്ടി NIA വലിച്ചിഴച്ചു. അണിയറ പ്രവർത്തകർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. നടപടി ആരംഭിച്ചു NIA. സംവിധായകനെതിരെ വീണ്ടും RSS മുഖപത്രം. പൃഥ്വിരാജ് ദേശവിരുദ്ധരുടെ ശബ്ദമെന്ന് ഓർഗനൈസർ. സിനിമയുടെ പരിഷ്കരിച്ച പതിപ്പ് നാളെ തിയേറ്ററുകളിൽ. കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് ശശി തരൂർ. പുതിയ വാഴ്ത്ത് കോവിഡ് കാലത്തെ വാക്സിൻ നയതന്ത്രത്തിൽ. പുകഴ്ത്തൽ ദ വീക്ക് മാഗസിനിലെ ലേഖനത്തിൽ. ട്രെയിനിൽ യുവാവിന് മർദ്ദനം യുവതിയോട് മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്തതിന്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടി. സംഭവം കാസർകോട് ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ. 50-ാം ദിവസം സമരം കടുപ്പിച്ച ആശമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചും പ്രതിഷേധം. അവസാന ആശയം സമരവേദിയിൽ ഉണ്ടാകും വരെ പ്രതിഷേധം തുടരുമെന്ന് പ്രവർത്തകർ. വിവിധ ജില്ലകളിലും മുടിമുറിച്ച് പ്രതിഷേധം. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ കേരള MP-മാർ അനുകൂലിക്കണമെന്ന KCBC നിലപാട് സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. മുനമ്പം പ്രശ്നം പരിഹരിക്കേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമെന്ന് കേന്ദ്രമന്ത്രി. മതനിരപേക്ഷ മനസ്സുള്ള എല്ലാവരും ബില്ലിനെ എതിർക്കണമെന്ന് പാളയം ഇമാം. വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികളെന്നും VP സുഹൈബ് മൗലവി. മലപ്പുറം കാടാമ്പുഴയിൽ ബൈക്ക് കിണറ്റിൽ വീണ അച്ഛനും മകനും ദാരുണാന്ത്യം. മരിച്ചത് മാറാക്കര സ്വദേശി ഹുസൈനും മകൻ ഹാരിസ് ബാബുവും. അപകടം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ. തിരുവനന്തപുരം വർക്കലയിൽ ആൾക്കൂട്ടത്തിലേക്ക് വാൻ ഇടിച്ചുകയറി അമ്മയും മകളും മരിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മുന്നറിയിപ്പുമായി അമേരിക്ക. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാനാകാത്തത് റഷ്യയുടെ മാത്രം തെറ്റാണെന്നും അമേരിക്കൻ പ്രസിഡന്റ്.